നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 മാർച്ച് മാസം 22 ഞായറാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയുടെ പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവെക്കുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ്. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസമായിരിക്കുകയാണ് ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണ അറിയിപ്പ്. ഈ ഒരു മാർച്ച് മാസത്തിൽ 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനായി തീരുമാനിച്ചിരിക്കുകയാണ്. ഏപ്രിൽ മാസത്തെ തുക വിതരണം 31 തീയതി മുതലാണ് ആരംഭിക്കുക. വിഷു പ്രമാണിച്ചാണ് പെൻഷൻ വിതരണം നേരത്തെ വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള തുക അനുവദിച്ച് സർക്കാർ നേരത്തെ തന്നെ ഉത്തരവും ഇറക്കിയിരുന്നു. ഈ മാസം ആകെ 4000 രൂപയാണ് ക്ഷേമ പെൻഷനായി ഓരോ ഗുണഭോക്താവിന്റെ കൈകളിലേക്ക് എത്തുക. നിലവിൽ പ്രതിമാസം 2000 രൂപ വീതമാണ് ക്ഷേമ പെൻഷനായി നൽകി വരുന്നത്. മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം 25 തീയതി മുതലും ആരംഭിക്കും. വിഷു ആഘോഷത്തിന് മുൻപായി ജനങ്ങളുടെ കൈകളിൽ പണം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഏപ്രിൽ മാസത്തെ പെൻഷൻ തുക അഡ്വാൻസായി നൽകാൻ സർക്കാർ തയ്യാറായത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവർക്കും വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ കൈപ്പറ്റുന്നവർക്കും ഈ ഒരു ആനുകൂല്യം ലഭ്യമാകും. പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും സഹകരണ സംഘങ്ങൾ വഴി തുക നേരിട്ട് കൈകളിലും ലഭ്യമാകും. തുക വിതരണം ചെയ്യുവാനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ വിഷുവിന് മുൻപായി തന്നെ 2 മാസത്തെ ക്ഷേമ പെൻഷൻ 4000 രൂപ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭ്യമാകും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പങ്കുവെക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൻ കുമാർ സിംഗ് അറിയിച്ചു. ദേശീയ തലങ്ങളിൽ നിലവിലുള്ള പക്ഷിപ്പനി നിയന്ത്രണ പ്രോട്ടോകോളിന്റെ ഭാഗമായി രോഗം കണ്ടെത്തിയ സ്ഥലത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ വളർത്തു പക്ഷികളെ കൊന്നൊടുക്കുന്ന കള്ളിംഗ് ശനിയാഴ്ച നടത്തുവാനും യോഗത്തിൽ തീരുമാനമായി. പനങ്ങാട്, ഒളവണ്ണ, കക്കോടി, പെരുവണ്ണ, നല്ലണം എന്നീ 5 പഞ്ചായത്തുകളിലായി 15000 പക്ഷികളെയാണ് കൊന്നൊടുക്കുക. വൈറസ് മനുഷ്യരിലേക്ക് പടരുന്നത് തടയാൻ ആരോഗ്യ മൃഗ സംരക്ഷണ വകുപ്പും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചത്ത പക്ഷികളെയോ രോഗലക്ഷണങ്ങളുള്ള കോഴികളെയോ നേരിട്ട് സ്പർശിക്കരുതെന്നും അധികൃതർ അറിയിച്ചു. ഇനി അടുത്തതായി പങ്കുവെക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്നും വന്നിരിക്കുന്ന അതിസുപ്രധാനമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ്. ഭാര്യ വീട്ടുജോലിക്കാരിയല്ലെന്നും ജീവിത പങ്കാളിയാണെന്നും ഓർമ്മിപ്പിച്ച് സുപ്രീം കോടതി. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കേസിലാണ് കോടതി നിരീക്ഷണം. കോളേജ് അധ്യാപികയായ ഭാര്യ വീട്ടുജോലികൾ ചെയ്യുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജിയിലാണ് ജസ്റ്റിസ് സന്ദീപ് മേത്തയുടെ നിരീക്ഷണം. കുടുംബത്തിനുള്ളിൽ സ്ത്രീയുടെ അധ്വാനത്തെ വില കുറച്ച് കാണുന്ന രീതി മാറേണ്ടതുണ്ടെന്നും പങ്കാളിയെ ബഹുമാനത്തോടെ കാണണമെന്നും കോടതി നിരീക്ഷിക്കുന്നു. പാചകം ചെയ്യുന്നതിലും വസ്ത്രങ്ങൾ കഴുകുന്നതിലും തുടങ്ങി എല്ലാ വീട്ടുജോലികളിലും ഭർത്താവിനും തുല്യ പങ്കാളിത്തമുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. കാലം മാറിയെന്നും മാന്യമായ പെരുമാറ്റവും തുല്യമായ പരിഗണനയും ഒരു പങ്കാളി അർഹിക്കുന്നുണ്ടെന്ന് കോടതി ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ രാജ്യത്തുണ്ടായ എണ്ണ LPG പ്രതിസന്ധി നേരിടാൻ ഇടപെടൽ ശക്തമാക്കി കേന്ദ്ര സർക്കാർ. രാജ്യത്തെ ഊർജ മേഖലയിലെ ഡാറ്റ രാജ്യസുരക്ഷാ വിഷയമായി പ്രഖ്യാപിച്ചു. അവശ്യ സാധന നിയമം നൽകുന്ന അധികാരം പ്രയോഗിക്കുകയായിരുന്നു. പൊതുമേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും പെട്രോ കെമിക്കൽ സ്ഥാപനങ്ങൾ, ഗ്യാസ് വിതരണക്കാർ, പൈപ്പ് ലൈൻ ഓപ്പറേറ്റർമാർ, പ്രകൃതിവാതക ഇറക്കുമതിക്കാർ തുടങ്ങിയവർ എല്ലാ ദിവസവും സമഗ്രമായ വിവരങ്ങൾ കൈമാറണം. എണ്ണ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ ഉൽപാദനം, ഇറക്കുമതി, അതുപോലെ തന്നെ സ്റ്റോക്ക് എന്നിവയും അറിയിക്കണം. പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും തടയാൻ ഇതിലൂടെ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.